വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്ന പേരുകൾക്കൊക്കെ അർത്ഥങ്ങളുണ്ട്. അങ്ങനെ നല്ല അർത്ഥങ്ങളുള്ള ബൈബിൾ പേരുകൾ ക്രിസ്തീയ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്കും ക്രൈസ്തവ സ്കൂളുകൾക്കും കോളേജുകൾക്കുമൊക്കെ പലരും ഇടാറുണ്ട്. മോശം അർത്ഥങ്ങളുള്ളതായ പേരുകൾ ആരും ഉപയോഗിക്കാറുമില്ല. അങ്ങനെയുള്ള 2 പേരുകൾ അത്രേ ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ഒന്ന്, ശമൂവേലിന്റെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈഖാബോദ് എന്ന പേര്. ആ പേരിനർത്ഥം മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്നാണ്. ദൈവാരാധനയുടെ പ്രതീകമായി നിന്നിരുന്ന ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെട്ടത് നിമിത്തമത്രേ ദൈവത്തിൻ്റെ മഹത്വം പോയത്. നാം ദൈവത്തെ ആരാധിക്കുന്നത് നിമിത്തം ദൈവത്തിന് മഹത്വം കൂടുകയോ നാം ആരാധിക്കാത്തത് നിമിത്തം ദൈവത്തിന് മഹത്വം കുറയുകയോ ചെയ്യുന്നില്ല. കാരണം നാം ആരാധിച്ചാലും ഇല്ല എങ്കിലും അവിടുന്ന് മഹത്വവാനാണ്. എന്നാൽ നാം ദൈവത്തെ നിരന്തരമായി ആരാധിക്കുന്നതിലൂടെ ദൈവമഹത്വം നമ്മിൽ പ്രകാശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാം ദൈവത്തെ സ്നേഹിക്കുന്നതിലൂടെ, സേവിക്കുന്നതിലൂടെ, പാട്ടുകൾ പാടുന്നതിലൂടെ, ബഹുമാനവും പുകഴ്ചയും നൽകുന്നതിലൂടെ, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ നാം അവനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ സ്വഭാവവും ക്രിസ്തുവിൻ്റെ മാതൃകയും പിൻപറ്റുന്നത് തന്നെ ഒരു ആരാധനയാണ്. ഈ ആരാധന നമ്മിൽ എന്ന് നിൽക്കുന്നുവോ അന്ന് നമ്മിൽ ഈഖാബോദ് ജനിക്കുകയാണ്. അങ്ങനെ ഒരു ഈഖാബോദ് നമുക്കാർക്കും ജനിക്കാതിരിക്കട്ടെ. 2-ാമത്തെ പേര് ശമൂവേലിന്റെ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എബനേസർ ആണ്. അതിനർത്ഥം ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്നാണ്. യഹോവയിൽ ആശ്രയിക്കുന്നവർക്കാണ് അവിടുത്തെ സഹായം ആവശ്യമായി വരുന്നത്. ദൈവസഹായമില്ലാതെ നമുക്കാർക്കും ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. ഈ സഹായം നമുക്കാവശ്യമെങ്കിൽ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ നാളുകളിൽ ദൈവമുഖത്തേക്ക് നോക്കുക നിമിത്തം അനവധിയായ സഹായങ്ങൾ അവിടുന്ന് നമുക്ക് ചെയ്തു തരികയുണ്ടായി. അതിന് നന്ദി എന്നോണം ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിത വഴിത്താരയിലെല്ലാം ചില കല്ലുകൾ നാട്ടാം. ഒരു എബനേസറായി അവിടുന്ന് നമ്മോട് കൂടെ ഇരുന്ന് സഹായിച്ചു എങ്കിൽ സംശയം വേണ്ട, ഇനിയും അവിടുന്ന് നമ്മെ സഹായിപ്പാൻ വിശ്വസ്തനത്രേ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.